അപ്പൊ ഈ ജർമ്മനിയെ സംബന്ധിച്ച് ഇങ്ങനെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ളൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമ്മൾ +2 കഴിഞ്ഞാൽ നേരിട്ട് ജർമ്മനിക്ക് പോകുന്നതാണോ നമുക്ക് ഫൈനാൻഷ്യലി പ്രോഫിറ്റബിൾ, അതോ നമ്മൾ ഇവിടെ നിന്ന് നഴ്സിംഗ് പഠിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നതായിരിക്കും? തീർച്ചയായിട്ടും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകുന്നതാണ് പ്രോഫിറ്റബിൾ. അപ്പം നമുക്ക് അതിനെ ഇങ്ങനെ കണക്കാക്കാം. അതായത് 95% +2 മാർക്കുള്ള ഒരാൾക്ക്, നീറ്റിൽ അത്രയും റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അല്ലാത്ത കുട്ടികൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പോയി നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 12 ലക്ഷം രൂപ ട്യൂഷൻ ഫീ ഉണ്ട്. കൂടാതെ അവർക്ക് പുസ്തകം മേടിക്കണം, താമസിക്കണം, ഹോസ്റ്റലിൽ താമസിക്കണം, ഇങ്ങനെ ഒരു 15 ലക്ഷം രൂപയെങ്കിലും മുടക്കിയാലേ നഴ്സിംഗ് കോഴ്സ് കഴിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേ സമയത്ത് നമ്മൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ജർമ്മനിയിലേക്ക് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാം. അതായത് ട്യൂഷൻ ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാസം കൂടാതെ 1.5 ലക്ഷം രൂപ ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. കൂടാതെ ഈ +2 ഈ മാർക്കൊന്നും ആവശ്യമില്ല. 55% മാർക്കുള്ള സയൻസ് അല്ലാത്ത സബ്ജക്റ്റ് പഠിച്ച ആളുകൾക്ക് പോലും നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇവിടുന്ന് ഒരു നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അവിടെ നേഴ്സിംഗ് ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം അസിസ്റ്റന്റ് നേഴ്സാണ് ആവുന്നത്. പിന്നെ അവിടെ കനനീസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നമ്മൾ അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നുള്ളൂ. ഹൗസ് ബിൽഡിങ്ങിന് പോണ വിദ്യാർത്ഥി ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാൽ നേരിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് ആകണം, വേറെ എക്സാമിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് അവർ അവിടുത്തെ സിസ്റ്റത്തിലാണ് പഠിക്കുന്നത്, അവിടുത്തെ ടെക്നോളജിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ആ രാജ്യത്തിന് വേണ്ടി ഒരു നേഴ്സായിട്ട് പഠനം കഴിയുമ്പോൾ തന്നെ നേരിട്ട് മാറുകയാണ് ചെയ്യുന്നത്.